ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. നടിയിൽ ഞാൻ പൂക്കള കാണിക്കും, പച്ചക്കറി കാണിക്കും. ഇന്ന് ഞാൻ ഇലവർഗ്ഗങ്ങൾ ചീര, ഇന്ന് ഞാൻ ചീര നടാൻ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ചീര നടുന്നത് എവിടെയാണെന്ന് കണ്ടാൽ നിങ്ങൾക്ക് കൗതുകമാവും. അത് നിങ്ങളും ഉണ്ടാക്കും. അങ്ങനെ തന്നെ സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഐഡിയ ഇന്നത്തെ. എനിക്കില്ല സ്ഥലം, ചീര നടാനൊന്നും സ്ഥലമില്ല, വെയിൽ വേണമല്ലോ, നല്ല സ്ഥലം. കുറേ സ്ഥലം ഉണ്ടായിട്ട് മരങ്ങളൊന്നും ഉണ്ടായിട്ട് പിന്നെ നമുക്ക് പച്ചക്കറി നടാൻ കഴിയൂല. പച്ചക്കറി തണലത്ത് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് വെയിൽ വേണം. അതുകൊണ്ട് ഞാൻ ഇന്ന് വെയിൽ കിട്ടുന്ന എൻ്റെ മുറ്റമുള്ളും വെയിൽ കിട്ടുന്നത് ആ മുറ്റത്ത് ഞാൻ ചീര നടാൻ പോവുക. ആ ചീര നടുന്നത് ഞാൻ എങ്ങനെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. എനിക്ക് തന്നെ അതൊരു രസമായി തോന്നിയിട്ടുണ്ട്. എന്നാൽ വരി നമുക്ക് ചീര നടാലോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്നലെ സ്കിപ്പ് ചെയ്യാതെ പറഞ്ഞവരെ പേര് ഞാൻ വായിച്ച് ചിലരുടെ വിട്ടുപോയിട്ടുണ്ടാകും. സോറി, കാരണം കുറേ ഉള്ളത് കൊണ്ട് താങ്ക്സ് ഉണ്ട് കേട്ടോ, പ്രത്യേക താങ്ക്സ് ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ ഇന്നും ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടവരെ പേരൊക്കെ ഞാൻ എഴുതി, സംശയം ചോദിച്ചതിൻ്റെ മറുപടി ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കൂ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അത് കേൾക്കണം കേട്ടോ. എന്നാൽ വരി, ഞാൻ ഏതിലാണ് ചീര നടുന്നത് കാണിച്ചു തരട്ടെ. എന്താ ഇത്, എലിയൊക്കെ വന്നിട്ട് ജനൽമേലി എലിയൊക്കെ കയറി വരുന്നത് കൊണ്ട് ഞങ്ങൾ നെറ്റിട്ടതേനു. അപ്പം പിന്നെ ഒന്ന് ഉഷാറൊക്കെ ആക്കി ജനലൊക്കെ റെഡിയാക്കിയപ്പോൾ ഈ നെറ്റിൻ്റെ ആവശ്യം ഇല്ലാണ്ടായി. പിന്നെ ഈ നെറ്റ് വേണ്ട, ഇത് ഞാൻ ഞങ്ങൾ ഒഴിവാക്കി. ഇത് മൂലയൊക്കെ അടക്കിയിരുന്നു. അപ്പം എനിക്ക് തോന്നി, ഒരു ഐഡിയ തോന്നി. ചീരയാണെങ്കിൽ കുറേ മുളച്ചതും സ്ഥലവും ഇല്ല. അപ്പോൾ ഒരു ഐഡിയ തോന്നി, ഞാൻ ഇതിലൊന്നും ഉണ്ടാക്കിയാലോ. അങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കെട്ടിയാൽ മതി. അപ്പം മണ്ണ് നിൽക്കൂല, ഇതാ വലിയ ഹോൾസാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത്, പ്ലാസ്റ്റിക് കവർ ഞാൻ ഊതിയിട്ട് ഇങ്ങനെ റൗണ്ടിലാക്കിയത്. എന്താണെന്നറിയാം, ഇതിൽ കൊള്ളുന്നത് എത്രയെന്നുള്ള അതിനനുസരിച്ചിട്ട് വേണമല്ലോ നമുക്ക് കെട്ടാൻ. അതിന് വേണ്ടി അപ്പം ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇതാ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ ഇതിങ്ങനെ അങ്ങ് കെട്ടുക. ഇതിങ്ങനെ തന്നെ നമുക്ക് മണ്ണ് നിറച്ച് നടരുന്നു, പറഞ്ഞിട്ട് കാര്യമല്ല. ഇതിൽ ഭയങ്കര ഹോൾസ് ഇങ്ങനെ വന്നുപോയി. ഇടയ്ക്ക് ഇത് അവസാനത്തിന് വെർട്ടിക്കൽ ചീര കൃഷി തന്നെയാണ്. അത് ചാക്കിലല്ലാന്ന് മാത്രം, നെറ്റും പ്ലാസ്റ്റിക് കവറുണ്ടോ നമുക്ക് ചീര തിന്നും മടുക്കും. എന്നാൽ വരി നമുക്ക് കാണാലോ. അങ്ങനെ ഞാൻ നെറ്റ് ഇങ്ങനെ റൗണ്ടാക്കി കെട്ടി, കണ്ടോ കെട്ടിയത്. ഇങ്ങനെയുള്ള നെറ്റ് വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ചാക്ക് പോലെ അങ്ങ് ആക്കി ചെയ്താ റൗണ്ടാക്കി കെട്ടി, കണ്ടോ. ഇതൊന്നും ആവില്ല. അത് പണ്ട് ഞാൻ പറഞ്ഞാലേ, എലി ശല്യം കൊണ്ട് അവസാനം എന്താ അറിയുക, ഞങ്ങൾ തോറ്റ്, എലിയാ ജയിച്ചത്. എന്താ അറിയുമോ, എലി ഇതും മുറിച്ച് കളഞ്ഞു. പിന്നത്തിൻ്റെ കാര്യം പോക്കായി. എന്നിട്ട് ഞാൻ ഉള്ളിൽ ഇങ്ങനെ ഇറക്കി വെക്കട്ടെ കേട്ടോ. ഉള്ളിൽ ഇറക്കി വെക്കുന്ന വട്ടത്തിനനുസരിച്ച് ഇത് കെട്ടണമല്ലോ, എത്ര വീതിയോ. അതുകൊണ്ടാണ് ഞാൻ കാറ്റ് നിറച്ചത്. ഇനി വേണ്ട, ഇനി നമുക്ക് കാറ്റ് ഇതൊക്കെ പോക്കാം. റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചത് നിങ്ങൾക്ക് ഊതുന്നൊന്നും നിങ്ങളെ കാണിച്ചില്ല. നോമ്പ വേറെ ആൾക്കാരെ കൊണ്ട് ഊതിപ്പിച്ചതാ, തളർന്നിട്ട് അത് പോയി, ഇത് കഴിഞ്ഞു. എന്താ അങ്ങനെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഇറക്കി എന്താ റെഡിയാക്കി, പുറത്തേക്ക് കുറച്ച് അടിച്ച് നല്ല പൗറാക്കിട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ആക്കി. ഇനി നമുക്ക് ഇതിന് ഞാൻ ഹോൾസ് ഇപ്പിടൂല കേട്ടോ. ഹോൾസ് ഇടുന്നൊക്കെ കാണിച്ചു തരാം. ഹോൾസ് ഒക്കെ സമയമുണ്ട്. ഇതാ ഇനി ഞാൻ ഇതിൽ നമ്മളെ സ്ഥിരം കരിയിലയുടെ കാര്യം പറയുകയാണെങ്കിൽ, കരിയില എല്ലാവരും കരിയില കെട്ടിച്ചിപ്പോൾ കൃഷി ചെയ്യുന്നത്. ഞാൻ കാരണം എല്ലാവരുടെ തോട്ടവും വൃത്തിയാണ്, ഭയങ്കര ഇഷ്ടമായി കേട്ടപ്പോൾ. നിങ്ങൾ മാത്രമല്ല, ഞാനിന്ന് അപ്പുറത്തെ പറമ്പ് പോയിട്ട് ഒരു ചാക്ക് ഇന്ന് രാവിലെ നനക്കാൻ പോയപ്പോൾ എൻ്റെ മനസ്സിൽ ഇതുണ്ട്, എനിക്കിന്ന് വീഡിയോ അത് വേണമെന്നുള്ളത്. ഇതാകുമ്പോഴുള്ള ഗുണം എന്താ അറിയോ, നനവവിടെ കുറച്ച് പിടിച്ച് നിൽക്കും. വേനൽക്കാലാണല്ലോ, ഞമ്മക്ക് തന്നെ ദാഹം. അപ്പം ചെടികൾക്കും ദാഹം തന്നെയാണ്. അപ്പം എന്ത് ചെയ്യുക, ചെടികൾ പിന്നെ ഇതിങ്ങ് നനച്ച് കഴിഞ്ഞാൽ വെള്ളം അവിടെ നിന്നിട്ട് AC കിടക്കും പോലെ സുഖമായിട്ട് ഒലുക്കി കിടന്നുറങ്ങുക. നമുക്ക് അവർക്ക് സ്നേഹം കൊടുത്താൽ തിരിച്ച് നമ്മളെ അവർ സ്നേഹിക്കും. അമർത്തി കഴിഞ്ഞിട്ടോ. ഇനി ഞാൻ ചീര വെക്കാൻ പോവുകയാണെ കാണിച്ചു തരാം. ഇനി നടാൻ പോവുകയാണ്. നടാൻ പോകുമ്പോൾ കുറേ സംഗതികൾ ഒരുക്കണം, പ്ലാനിങ് വേണം. കരിയില കമ്പോസ്റ്റ്, മണ്ണ്, ചീര മുളച്ചത് എങ്ങനെയാണ്, ഞാൻ പാകിയതല്ല. ഞാൻ ഒരു ജമന്തിൻ്റെ നട്ടിരുന്നു, പൂട്ടിട്ടോ, അതൊന്നും ഞാൻ കണ്ടില്ല.
ചെടി നട്ടപ്പോൾ കരിയില കമ്പോസ്റ്റിലേനു. അപ്പോൾ അതിൽ നിന്ന് പൊട്ടി മുളച്ച ചീര. ഇത് വേറൊരു ചെടി, ഇതിൻ്റെ പേര് മറന്നുപോയല്ലോ, അഗ്ലോണിമേ എന്ത് ഒക്കെ വേഗം മറന്നു പോകുക. അത് നട്ടപ്പോൾ കരിയില കമ്പോസ്റ്റ് ഇട്ടപ്പോൾ അതിലും മുളച്ചു. അതിൽ ഒന്ന് മാത്രമല്ല, പിന്നെ തക്കാളി മുളച്ചു. അങ്ങനെയൊക്കെയാണ് എൻ്റെത്. കരിയില കമ്പോസ്റ്റിൽ ഇഷ്ടം പോലെ മുളക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഞാൻ കാണിച്ചു തന്നു നിങ്ങളെ. ഇനി മണ്ണിടട്ടെ കേട്ടോ. ഇതിൽ കരിയിലിട്ട് നിങ്ങൾ ഞാൻ കാണിച്ചു തന്നീരേ. മണ്ണിട്ട് കരിയില കമ്പോസ്റ്റ് കൂടെ ഇടട്ടെ. മണ്ണ് നല്ലോണം ഒരു ഇതിലങ്ങോട്ട് ഇട്ടാലേ ഒന്ന് ലെവൽ ചെയ്യുക, എല്ലായിടത്തും കിട്ടട്ടെ. ഇനി ഞാൻ നടാൻ പോവുക കേട്ടോ. ഞാൻ ഇതിൽ നിന്നൊന്ന് പറിച്ചെടുക്കട്ടെ. ഇത് അടിയോടുകൂടി ഇങ്ങോട്ട് എടുക്കുക. ഞാൻ നനച്ചതാ. എൻ്റെ അമ്മോ, ഇത് കിട്ടാൻ മൊത്തത്തിൽ പോരുക കേട്ടോ. എന്താ എൻ്റെ അമ്മോ, വേര് അടിപൊളി വേരുണ്ടായിന്. എന്താ ഇത് നല്ല ചീരയാ. എനിക്ക് തോന്നുന്നത് ജമന്തി മാറ്റേണ്ടി വരുന്ന കേട്ടോ. മൊത്തത്തിൽ ഇങ്ങ് പോന്നു. എന്താ രണ്ടായി. ഓരോന്ന് ഇങ്ങനെയൊക്കെ വലിച്ചൂരി എടുത്താലും ചീരക്ക് ഒരു കുഴപ്പമില്ല, കാരണം ചീര എല്ലാം ഉണ്ടാവും. ഇതൊക്കെ ചീരയാ. ജമന്തി അവിടെ പിടിച്ച് വെച്ചാൽ ഞാൻ ഒന്നിച്ച പോരണ്ടെന്ന് വിചാരിച്ചിട്ട്, രണ്ടും കൂടി വന്നാലേ നട്ടേന് കാര്യമല്ല. ഇതെല്ലാം അങ്ങ് പറിച്ചെടുക്കട്ടെ. കുറണ്ട് ഇവരെ ഒന്ന് ഉഷാറിൽ വളർന്നോളൂ. ഇനി എന്താ അറിയോ, ഇതിൻ്റെ മുമ്പ് നട്ടതാ, ചീര വന്നങ്ങോട്ട് മൂടിയിട്ട് മണ്ണടക്കം അങ്ങോട്ട് കിട്ടിയാൽ അതത് കിട്ടൂല. അത്രയും മരം പോലായിപ്പോയി. എന്താ ഇത്രയും ഇങ്ങോട്ട് പോന്ന്. ഇത് ഫ്രീ ആയി, ഈ ചെടി ഇനി ഫ്രീ ആയി നല്ലോണം ഉണ്ടാവും. അത് നോക്ക്, ഈ ചെടി പൂവിട്ടിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. ഇതിനോണ്ട് ഞാൻ കാണാണ്ടായിപ്പോയി മക്കളെ. എൻ്റെ പൊന്നു പോലെ നോക്കിയിട്ട്. ഇതാണ് ചെടി. ഇതെന്നോ കണ്ടോ പൂവ്, ജമന്തി. ഇനി അങ്ങ് ഫ്രീ ആയിട്ട് ഉണ്ടായിക്കോളൂ, സൂപ്പറായിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നല്ല നീളാണല്ലോ. നമ്മളിപ്പോൾ ഇവിടെ ഒക്കെ ചീര നട്ടാൽ എല്ലായിടത്തും വെള്ളം എത്തിന്ന് വരൂല. അപ്പം നടുക്ക് ഇങ്ങനെയുള്ളൊരു കുപ്പി ഇറക്കി വെക്കുക, നിറച്ച് ഹോൾസ് പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കുക. ഇങ്ങനെ ഇറക്കി വെച്ച് കണ്ടോ, ഒന്നാണ്ട് പിടിച്ചിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മണ്ണ് ഇടുക കേട്ടോ, ഒന്ന് പിടിച്ച് നിൽക്കാൻ. പിന്നെന്ത് ചെയ്യണമെന്നറിയാം, നമ്മൾ ഉണ്ടാക്കുകയല്ലേ, അതിനിവിടെ ഹോൾസ് ഉണ്ടാക്കുക. നല്ലൊരു ഹോൾസ് അങ്ങ് കൊടുക്കുക. ആ മണ്ണ് തന്നെ ആയിക്കോട്ടെ കേട്ടോ. നടുന്ന് ചീര ആയതുകൊണ്ട് വല്ലാണ്ട് ഉണ്ടാവും. അപ്പം കൂടുതൽ നടാൻ പറ്റൂല, കുറച്ചേ നടാൻ പറ്റുള്ളൂ. എന്താ ഈ ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് കണ്ടോ, നല്ല വലിപ്പത്തിൽ അങ്ങ് ആക്കി വെച്ച്. ഇങ്ങോട്ട് ഇട്ട് വേരൊക്കെ പോയി വലിച്ചെടുത്തോളൂ. വേര് ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഈ വേരൊക്കെ ഞാൻ മടക്കി വെച്ചിട്ട് അങ്ങോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ അങ്ങ് തുടങ്ങി. ഇതൊക്കെ വലുപ്പമായി പോയി, ചെടി തന്നെ വലുപ്പമായി പോയി, താമസിച്ചു പോയി. പ്ലാസ്റ്റിക്കാണ് ഓട്ടാക്കിയത്. ഇത് ഉണ്ടല്ലോ, ഓട്ട ഉണ്ടല്ലോ. ഇതിനുള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഞാൻ ഇവിടെ ഹോൾസ് ഉണ്ടാക്കി ചീര നട്ടുതാ. ചീരൻ്റെ കുറേ ഭാഗം ഉള്ളിലേക്ക് കാണിച്ചു. ഉള്ളിൽ കണ്ടോ, ഉള്ളിലേക്കായി. ഇത്രയും ഭാഗം ഉള്ളിലേക്ക് പോയി. അത് തന്നെ ഇവിടെ വേറൊന്നിതാ കണ്ടോ, നല്ലൊരു ചീര. ആ ചീരൻ്റെ കൂടുതൽ ഭാഗം ഉള്ളിലേക്കാക്കി. എന്നാൽ ഇനി അത് പോകുന്ന പരിപാടിയില്ല. ഇതങ്ങ് നനയും കൂടി വന്നാലുണ്ടല്ലോ സൂപ്പറാവും. ഇനി ഇവിടെ ഒന്നു ഇനി ഇവിടെയേ വെക്കുന്നുള്ളൂ, കാരണം അത് അത്രക്കും വീതി കൂടും. പച്ചച്ചീര ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായ വീതി ഇല വരും. അപ്പം ഞാൻ ചുറ്റും കുറേ നട്ടില്ല, 4 എണ്ണേ ഒരു ഭാഗത്ത് നട്ടുള്ളൂ. കണ്ടോ 4 എണ്ണം നട്ടത്. അതിൻ്റെ വേരൊക്കെ ഉള്ളിലുണ്ട്, അവൻ കാണിച്ചു തരാം. 4 എണ്ണം.
ഇനി ഞാൻ ഈ കുപ്പി വെക്കുക. കുപ്പിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, വെള്ളം താഴോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ഹോൾസ് ഉള്ള കുപ്പി നടുക്ക് വെക്കുക. ഇനി നമുക്ക് നമ്മുടെ സ്ഥിരമുള്ള നമ്മളെ താരം ഇങ്ങനെ അങ്ങ് വെച്ചാൽ കുപ്പി അവിടെ നിൽക്കും. ഇപ്പം തന്നെ കുപ്പി വെച്ചോണം, പിന്നെ വെക്കാൻ കഴിയൂല കേട്ടോ. പിന്നെ വെക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് അങ്ങനെയൊക്കെ പണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. ചീര അനങ്ങൂര, കാരണം കുറേ ഭാഗം ഉള്ളില്ല. പിന്നെ കുറച്ച് വലിപ്പമുള്ള ചീരയാണ്. നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഈ കുപ്പി ഇങ്ങനെ അങ്ങ് വെച്ചത് കൊണ്ട്. പിന്നെ പോട്ടി മിക്സ് ഇടുമല്ലോ. എന്താ ചീര അനങ്ങുന്നുണ്ട് ഞാൻ ഇവിടെ അമർത്തുമ്പോൾ, കാരണം വേര് ഇതിൻ്റെ ഉള്ളിലാണല്ലോ കൂടുതലും. ഇനി ഞാൻ പോട്ടി മിക്സ് ഇടട്ടെ കേട്ടോ. മണ്ണ് ഇനി കുപ്പി അനങ്ങൂര. കരിയില കമ്പോസ്റ്റും ചുറ്റും ഇട്ട് ഒന്ന് ലെവൽ ചെയ്യട്ടെ. എല്ലാം ഒന്ന് അമർത്തി കഴിയുന്നു നമുക്ക് തന്നെ അങ്ങ് അമർത്താം. എന്താ ഞാൻ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ വെർട്ടിക്കൽ ഉണ്ടാക്കിയിട്ട് നടുക്ക് കുപ്പി വെച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയ പറ്റ് പറഞ്ഞുതരാം. ഞാൻ കുറേ വെള്ളം കുറച്ച് നേരം പിടിച്ച് വെക്കേണ്ടി വന്നു. എന്താ കുറച്ചും കൂടി മണ്ണ് ഒഴിക്കുക അല്ലേ, മണ്ണ് ഇടുക. നിങ്ങളവിടെ മഴ പെയ്തു, ഇവിടെ ഒരു മഴേൻ്റെ ഒരു ഒരുക്കം കാണാണ്ട്. എല്ലായിടത്തും മഴ പെയ്തു, ഇവിടെ പെയ്തില്ല. ഞങ്ങളെ കാപ്പിയെല്ലാം പൂക്കാനുള്ള ഒരുക്കം ഒരുങ്ങുക. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് കേട്ടോ. ഇതിപ്പോൾ ചുറ്റും വെച്ച് ഇനി ഒരു സ്റ്റെപ്പ് കൂടി വെക്കട്ടെ കേട്ടോ. ഒരു തട്ട് അടിയിൽ 4 വെച്ചു, തൊട്ട് മേലെയും മണ്ണൊക്കെ കുറച്ച് കൂടുതൽ കരിയില്ല. അപ്പോൾ ഇത് വെക്കുമ്പോൾ ഞാൻ മേലെ കുറച്ച് മണ്ണിടുന്നുണ്ട് കേട്ടോ. ഇതാ നടുക്ക് കുപ്പി വെച്ചു. ഇനി അടുത്ത് തുടങ്ങാം നമുക്ക്. ഇനി ഒരു തട്ടും കൂടി വെക്കാം. സ്ഥലവും ലാഭിക്കാം, മണ്ണും ലാഭിക്കാം. ഒരു സ്ഥലത്ത് തന്നെ പോയിട്ട് നമുക്ക് ഒരു തോരനുള്ളത് വെക്കുകയും ചെയ്യാം, പറിക്കുകയും ചെയ്യാം. ഞാൻ എൻ്റെ ചുവന്ന ചീര ഉണ്ടായി കാണിച്ചു തരാം കേട്ടോ. ആ ചീര ഇനി വീണ് പോകുന്നുള്ള പേടിയോ അല്ലെ നനവ് കിട്ടൂല എന്നുള്ള പേടിയോ ഇനി വേണ്ട. കാരണം നനക്കാനുള്ള സൗകര്യം ചെയ്തല്ലോ. ഞാനിങ്ങനെ അമർത്തുമ്പോൾ ചീരൻ്റെ ഇതിങ്ങനെ ഇനി ഒരു തട്ടും കൂടി നടട്ടെ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ മണ്ണിടട്ടെ. നമുക്കാണ് വേണ്ടാത്ത നെറ്റൊക്കെ ഒരു സ്ഥലത്തേക്ക് ആയും ചെയ്ത്, പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല വിളവും കിട്ടും. പ്ലാസ്റ്റിക് ഒന്നും ആർക്കും വേണ്ടല്ലോ. നമ്മൾ വെക്കുമ്പോൾ കുറച്ച് മണ്ണ് വേണം. ഇല തന്നെ കുറേ എന്നായി പോവണ്ട. ഇനി എൻ്റെ കരിയില കമ്പോസ്റ്റ് കുപ്പിയിലേക്ക് ആവണ്ട, കുപ്പിയിൽ വെറും വെള്ളം മാത്രം. ഇനി ഇവിടെയും കൂടി നടട്ടെ കേട്ടോ. അപ്പോൾ 1 2 3 ഇനി അതിൻ്റെ മേലെയും നടട്ടെ. മൂന്നാമത്തെ തട്ടിലും ഞാൻ നട്ട് കഴിഞ്ഞു. ഇതാ ഇങ്ങോട്ട് കണ്ടോ, വേരൊക്കെ ഇങ്ങോട്ടേക്കാക്കി കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട, ഊരി വീകുന്നൊന്നും പേടിക്കണ്ട. ആ നടുന്ന സമയത്ത് മണ്ണിടുന്നുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ഞാൻ ചെയ്യും പോലെ ചെയ്യുന്നവരാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിൽ ഇങ്ങനെ അങ്ങ് ഇടുമ്പോൾ അത് പൊങ്ങൂ. എന്താ പ്ലാസ്റ്റിക് എപ്പം കാണുന്നോ എടുത്ത് മാറ്റിക്കൂല. ഇതൊക്കെ തോട്ടത്തിൽ നിന്ന് അടിച്ച് വരുന്നതാണല്ലോ. ചീര, പയറ്, വെണ്ട ഒക്കെ ഇങ്ങനെ നടാം. നമുക്ക് നനക്കാനുള്ള സൗകര്യം വേണം. വേനലാ ഇന്ന് തന്നെ ഇവിടെ ഇപ്പോൾ ഒരു മഴ പെയ്യും തോന്നുന്നു. ഓരോ സ്ഥലത്ത് പെയ്തു, ഇവിടെ പെയ്യാത്തുള്ളൂ. നിങ്ങളെ ഭാഗത്തൊക്കെ പെയ്തോ പറയണേ, മഴ പെയ്തോ എന്നുള്ളു. ഇവിടെ ഇതുവരെ പെയ്തില്ല. ഞങ്ങൾക്ക് ഇവിടെ മഴ കിട്ടണം. എന്താ പറഞ്ഞാൽ ഇവിടെ കാപ്പി പൂത്തിട്ട് പ്ലാസ്റ്റിക്
കൊമ്പ് ഒന്നും വേണ്ട, ഇതിനൊന്നും പറ്റൂല. ഇവിടെ ഇതിന് നല്ല വൃത്തിയുള്ള തന്നെ പറ്റുള്ളൂ, കൊമ്പ് പറ്റൂല. എന്താ വീണ്ടും ഞാൻ ചെയ്തു, കണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ എത്ര എണ്ണം നട്ടു. എല്ലാത്തിനും വെള്ളം കിട്ടാനുള്ള സൗകര്യം ചെയ്തു, എല്ലാത്തിനും പോട്ടി മിക്സ് കിട്ടും. ഓരോരുത്തർക്കുള്ള ഞാൻ ആ സമയത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മണ്ണിടട്ടെ കേട്ടോ. ഇങ്ങനെ അങ്ങ് നട്ടാൽ കുറേ പേര് എന്നോട് പറയുന്നുണ്ട് ഫ്ലാറ്റിലാണ്, സ്ഥലമില്ല. മേലെ എത്തി. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അതൊന്ന് ഇരിക്കുമ്പോൾ നമുക്ക് ഇനിയും ഇട്ട് കൊടുക്കാം. എൻ്റെ കരിയില കമ്പോസ്റ്റ് ഇടട്ടെ മേലെ. അതിൻ്റെ ഇടയിൽ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ചീര ഇഷ്ടം പോലെ ഉണ്ടാവും. എന്താ മണ്ണും കരിയില കമ്പോസ്റ്റും പവർഫുൾ വളമാണല്ലോ. ഇതാ ഇട്ടു. ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കൂ. അതിന് ഞാൻ നടട്ടെ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1 2 4 എണ്ണേ നടുന്നുള്ളൂ. കാരണം എന്താ അറിയോ, ഇത് തിങ്ങിക്കളിയും. 3 4. ഇതിലിപ്പോൾ എന്തൊക്കെ ചേർത്തു ഞാൻ? ഇതിൽ ഞാൻ കരിയിലിട്ടു, മണ്ണിട്ട്, കരിയില കമ്പോസ്റ്റ് ഇട്ട്, പിന്നെ മണ്ണിടുമ്പോൾ ഒക്കെ ഞങ്ങൾ നട്ടു കൊടുത്തു. ഇത് ഊരിപ്പോകുന്നുള്ള പേടിയേ വേണ്ട, 3/4 ഭാഗം അതിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. ഇനിയിപ്പോൾ ഇങ്ങനെ താന്നിട്ടല്ലേ നിൽക്കുന്നത്. ഇതിങ്ങനെ ഇങ്ങോട്ട് വരും, നാളെ തന്നെ ഇങ്ങോട്ട് വരും. ഇങ്ങനെ ഞാൻ എൻ്റെ അപ്ഡേഷനൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ, അവർക്കും ഇങ്ങനെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ റെഡി ആയില്ലേ? നല്ലൊരു ഗ്രോ ബാഗ് ഉണ്ടാക്കി. ഇതിനിപ്പോൾ ഒരു ചില്ലിക്കാശ് മുടക്കില്ല, ഇതൊക്കെ ഒഴിവാക്കിയിട്ട സംഭവം. ഇനി പ്ലാസ്റ്റിക് ഞാൻ പഞ്ചായത്തിന് കൊടുക്കാൻ വെച്ചേന്ന് ചാക്കിൽ നിന്നിട്ട് എടുത്തതാ ഈ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എത്ര ചീര നട്ടു. ഇങ്ങനെയൊക്കെ പാഴ് വസ്തുക്കളെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയാലുണ്ടല്ലോ വിഷരഹിത പച്ചക്കറി നമ്മളെ മക്കൾക്ക് തീറ്റിച്ചൂടെ? നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിൽ വെച്ച് ഓരോരുത്തരുടെ വീഡിയോ കണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭർത്താവിനും ഹാപ്പിയായി. കാരണം അവർ പണിക്ക് പോയിട്ട് അരി വാങ്ങിക്കോട്ടെ, ആശുപത്രി ചിലവ്, ഡ്രസ്സൊക്കെ. നമ്മളാണെങ്കിൽ അടുക്കളയിലുള്ള പച്ചക്കറി എല്ലാം ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട്. ഇനി ഞാൻ നനയ്ക്കാൻ പോവാം കേട്ടോ. നനയ്ക്കുമ്പോൾ ആദ്യം തന്നെ കുപ്പിയിൽ വെള്ളം അങ്ങ് നിറക്കട്ടെ. കുറച്ച് കൊള്ളു കേട്ടോ. ശരിക്കും നമുക്ക് ഉള്ളിൽ നിറച്ചാൽ മാത്രം മതി. ചുറ്റും ആയിക്കോളും. അതിലൊക്കെ പോന്നിട്ടോ, അതിലൊക്കെ വെള്ളം എത്തുന്നുണ്ട്. ഞാൻ മേൽഭാഗം കുറച്ച് നനക്കട്ടെ. ആ വെള്ളമൊക്കെ ആ കുപ്പി കൊണ്ട് ഇനിയിപ്പോൾ വേണ്ടി ഒക്കെ സ്പോട്ട് തന്നെ ചെയ്താലേ നല്ല മിടുക്കന്മാരായി വളരട്ടെ. എനിക്ക് മാത്രമല്ല, എൻ്റെത് കണ്ട് അതുപോലെ ഉണ്ടാക്കുന്ന എനിക്ക് പ്രിയപ്പെട്ടവർ കുറേ പേരുണ്ട്. അവർക്കും നന്നായിട്ടുണ്ടാവട്ടെ. കണ്ടോ എന്തൊക്കെ എത്ര പെട്ടെന്നാ നിമിഷ നേരം കൊണ്ട് ഗ്രോ ബാഗായി. ചീര നട്ടു. എത്ര ചീര നട്ടു? 1 2 3 4 5 6 12 ഇങ്ങനെ തന്നെ നട്ട്. പിന്നെ ഇങ്ങനെയും മേലെയും. ഇനി ഇങ്ങോട്ട് ഉണ്ടാവും. ഇതിനി കാണൂല, കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങ് മൂടും. അത്രക്കും ഉണ്ടാവും. ഞാൻ നിങ്ങളെ കാണിക്കൂട്ടോ, എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂ. ഞാനിനി എൻ്റെ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടവരെ പേര് ഞാൻ ഇന്നലെ വായിച്ചിരുന്നു. അപ്പം നോക്കുമ്പോൾ കുറേ പേര് ഞാൻ വിട്ടുപോയി. സോറി ഇട്ടോ, ആ വിട്ടുപോയവർ കുറേ പിണക്കത്തിലാണ്. ഞാൻ അവരൊക്കെ പേര് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എനിക്കും എല്ലാം കൂടെ വായിക്കണമെങ്കിൽ എനിക്ക് എഴുതണം. അങ്ങനെ അത്രേ ബുദ്ധിയുള്ളൂ. ഒക്കെ മറവിയാ, ഭയങ്കര മറവി, കണ്ണിന് കാഴ്ച കുറവ്. സീനിയറായ എന്തെല്ലാം സീനിയർ സിറ്റിസൺ ആയാലും നമ്മൾ പണ്ട് ആയിരിക്കും എന്ത് അതായി വെക്കണം. അതെല്ലാം പോവുക തന്നെയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ പേര് വായിക്കണേ, കണ്ണട വെക്കണം കേട്ടോ. ആദ്യം തന്നെ വൈഷ്ണവിൻ്റെ പണ്ടേ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന മോളെ പേര് എന്നാലും വിട്ടുപോയിട്ടോ. സാരമില്ല. ഇപ്പം വൈഷ്ണവിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മടിച്ചിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു എനർജി ഇങ്ങ് വരും. താങ്ക്സ് കേട്ടോ വൈഷ്ണവി. പിന്നെ നാൻസി സിയാദ്, അത് പാലക്കാട്, ഒരു സ്ഥിരം കാണുന്നുണ്ട്. പിന്നെ ഷെരീഫ എന്ന് പറഞ്ഞ ആളെ മോൻ ഇവിടുന്ന് കമ്പ് വാങ്ങിക്കൊണ്ടുപോയിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി താമരശ്ശേരി ഉള്ളതില്ലേ.
അവർ എന്നെ കാണാൻ വരുന്നു പറഞ്ഞിട്ടുണ്ട്. ആ മോന് ഉമ്മാനോടുള്ള സ്നേഹം ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടോ. കണ്ടപ്പോൾ തന്നെ കാറ് നിർത്തി ഉമ്മാക്ക് വേണ്ടിയിട്ടാന്നൊക്കെ പറയും. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്തത് നബ നാസർ. കരിയില കളയാണ്ട വെക്കുക. ആ കരിയിലങ്ങ് വാരുമ്പോൾ എന്നെ ഓർക്കും പോലും. താങ്ക്സ് കേട്ടോ. പിന്നെ അമേലിയ എന്നുള്ള പേര് ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ട് ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെ തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇന്നലെ വിട്ടുപോയിട്ട് തെറ്റിയത് അമേലിയ ഇന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഷഹനാസ് ലക്ഷദ്വീപ് തിന്ന് അവരെ സ്ഥിരം കാണുന്നുണ്ട്. അവരെ മാവും തൈ കേടുവന്ന് ഒരു സങ്കടത്തിലാണ്. അതൊക്കെ ഉണ്ടായിക്കോളും മോളെ. പിന്നെ ഷീല ഗോപിനാഥ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് എൻ്റെ കാണുന്നുണ്ട്. പിന്നെ അക്ഷര സുമതി എന്നാണോ പേര്, എനിക്കറിയില്ല. ഞാൻ മലയാളത്തിൽ അങ്ങനെ ഇന്നലെ പറയാൻ വിട്ടുപോയതാട്ടോ. സോറി കേട്ടോ. ഇന്നലെ പറയാത്തതിനോണ്ട് അവർ വിഷമിച്ചിരുന്നു. പിന്നെ ഇർഫാന ജാസ്മി സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. താങ്ക്സ് കേട്ടോ. പിന്നെ കൈജാസ് വ്ളോഗ് എൻ്റെ ചാനൽ ഫേവറായിട്ടായിട്ട് കാണുന്നുണ്ട്. താങ്ക്സ് കേട്ടോ. പിന്നെ ബഷീർ KPC ഗ്ലൗസ് ഇട്ടാൽ പാമ്പ് കടി കൊള്ളൂലേന്ന് സംശയം. ഗ്ലൗസ് ഇടുന്നത് പാമ്പ് കടി എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ അടിച്ചാൽ കൊള്ളു ഉറപ്പന്നെ. ഇവിടെ എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ ഒക്കെ അല്ലേ കൊള്ളുമോ എനിക്കറിയില്ല. പാമ്പില്ലാണ്ടൊക്കട്ടെ, കടിക്കാണ്ടൊക്കട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ നഖത്തിന് ചളി പിടിക്കൂര. പിന്നെ ഈർക്കിലുണ്ടാവില്ല, ഈർക്കിലൊന്നും കൊത്തൂര. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. പാമ്പ് മെയിൻ തന്നെയാണ്. പിന്നെ നുമാൻ മലപ്പുറം സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. ഭവാനി സത്യൻ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ് പോലും ഭവാനിക്ക്. താങ്ക്സ് കേട്ടോ. പിന്നെ ഷാലു ദിലു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ്. പിന്നെ DT 4540 ID കണ്ടത്, പേരില്ല. അപ്പോൾ എൻ്റേത് കണ്ടിട്ട് കുറേ അതുപോലെ ചെയ്യുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. പിന്നെ ഖദീജ PV സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. സീന പ്രദീപ് സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. രാധിക സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. ജെറേനിയത്തിൻ്റെ കട്ടിങ് തരുമോയെന്ന്. മോളെ ജെറേനിയത്തിൻ്റെ കട്ടിങ് ചോദിക്കാത്തവരില്ല. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ കട്ടിങ്ങൊക്കെ തരും കേട്ടോ. രാധിക എന്ന് കേട്ടപ്പോൾ എൻ്റെ സ്കൂളിൽ ഒരു ടീച്ചറെ പേര് രാധികയായിരുന്നു. പിന്നെ ബുഷി സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. ഹാജറ ഹാജു ഏട്ടത്തി ഇല്ല, എന്നെ ഏട്ടത്തിയായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ മുസ്ഫിറ ഒരു വീഡിയോ മിസ്സാക്കാൻ തോന്നൂല പോലും. ഉമ്മാന്ന് വിളിച്ചോട്ടെ, ധൈര്യമായിട്ട് വിളിച്ച മോളെ. എനിക്ക് പെൺകുട്ടികളില്ല. മുസ്ഫിറനെ എൻ്റെ മോളാക്കി കാണുന്നുണ്ട്. പിന്നെ ഖദീജ സ്കിപ്പ് ചെയ്യുന്നില്ല. അസ്ഫല സ്കിപ്പ് ചെയ്യാതെ. സ്മിത പ്രതീഷ് സ്കിപ്പ് ചെയ്യാതെ ദിവസവും കാണുന്നുണ്ട്. ചെടി ഒന്നല്ലെങ്കിലോ ദിവസം നടുന്ന്, അത് എന്നെ പോലെ. പൊന്നമ്മ രാമൻ സ്കിപ്പ് ചെയ്യുന്നില്ല. ഹനാൻ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. കെസിയ ജേക്കബ് സ്കിപ്പ് ചെയ്യാതെ. കുൽസു ആയിക്കോട് സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. റബീഹ് സ്കിപ്പ് ചെയ്യാതെ. ഷെഫീഖ് PM സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. സെയ്നു സെലി സ്കിപ്പ് ചെയ്യാതെ. സുനിത സ്കിപ്പ് ചെയ്യാതെ. ശാന്തി നായർ സ്കിപ്പ് ചെയ്യാതെ. നവാസ് 2 കാര്യം എന്നോട് ചോദിച്ചിരുന്നു പോലും, ഒന്നിനെ മറുപടി കിട്ടിയുള്ളൂ. അടുത്ത ചോദ്യം എന്താ എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ, അന്ന് ചോദിക്കണേ. ഹംസ ഖദീജ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. മറിയം K കാണുന്നുണ്ട്. നിഷ ഷാജി പിണങ്ങിന്ന് ഞാൻ ഇന്നലെ വായിക്കേറ്റ് ഇന്ന് വായിച്ചു കേട്ടോ. റംല സ്കിപ്പ് ചെയ്യാതെ. ആസിയ മുഹമ്മദ് അലി, ജയന്തി ഗോപാലകൃഷ്ണൻ, ശ്രീജ രാമേഷ്, ശ്രീജ PM ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. പിന്നെ ഒരാളൂടി ഞാൻ ഒരുവിധ ആൾക്കാരൊക്കെ പേര് വായിച്ചിട്ടോ. എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. കുറേ പേര് വായിച്ച് വിട്ടുപോയാൽ ക്ഷമിക്കണം. നാളെ പേര് പറഞ്ഞാൽ ഞാൻ വായിച്ചോളൂ കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.